കറിവേപ്പുണ്ടല്ലോ, ഇത് നന്നായിട്ട് നിങ്ങൾ കണ്ടില്ലേ, നോക്കിക്കേ, ഇത് ഓരോരോ എന്ത് വിത്തുകളാണ് ഇതിന് പൊട്ടിക്കിളിച്ചിരിക്കുന്നത്. ശിഖരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ. അതിന് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോണം വേണ്ടി ഇതിങ്ങനെ കിളുത്ത് വരുന്നുണ്ടല്ലോ, ഈ കിളുത്ത് വരുന്നതുകൊണ്ട് ആ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കുറേ ശിഖരങ്ങളായിട്ട് ഇതിങ്ങനെ പൊട്ടി 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 ഇതിങ്ങനെ വരും. ഇതാണ് നമ്മളതിന്. അല്ലെങ്കിൽ അതൊന്ന് മേളോട്ട് അങ്ങ് പോവുകയും ചെയ്യും, നമുക്ക് പറിക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതങ്ങ് അധികം ഇലകൾ നമ്മൾക്ക് കിട്ടത്തില്ല. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ എല്ലാം പൊട്ടി പൊട്ടി കിളിച്ച് ഇഷ്ടം മാതിരി നമുക്ക് കറിവേപ്പില എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാനിത് ചെയ്താണ് ഇങ്ങനെ ഇത്രയും ശിഖരങ്ങളായിട്ടിങ്ങനെ വന്നിരിക്കുന്നത്. ഒന്നിൽ കൈ കൊണ്ട് കളയാം, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പം നന്നായിട്ടിത് പൊട്ടിക്കളിക്കും. ഈ ഉണങ്ങിയതും പുഴു പിടിച്ചിട്ടിരിക്കുന്നതുമായിട്ട് ഇപ്പം ഈ ഉണക്ക സമയമായതുകൊണ്ടാണ് ഞാൻ ഈ പുഴുവൊക്കെ കയറുന്നത്. അതെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കിനും നല്ല പുതിയതായിട്ട് നല്ല ഇലകൾ വന്ന് ഇരിക്കും. കറിവേപ്പിന് നല്ലതായിട്ട് തളിര് വരാനും ഇലകൾ നന്നായിട്ട് വരാനായിട്ടുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ച്. അപ്പം നമുക്ക് ഏത് പച്ചക്കറിക്കാണെന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം അങ്ങോട്ട് നന്നായിട്ട് പുളിപ്പിച്ച് ഡൈലൂട്ട് ചെയ്ത് അങ്ങോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം മാതിരി ഈ കറിവേപ്പിന് ഇലയുണ്ടായി നമുക്ക്. നമ്മളിത് നിലത്ത് നടന്നതിന് വേറൊരു ബക്കറ്റിലാണ് നട്ടു കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇത് നല്ലതായിട്ട് വെയിൽ നമുക്ക് വേണം. വെയിലില്ലെങ്കിലും കുഴപ്പമില്ല, ശരീരം ഇല്ലാത്തടത്ത് നമ്മളുണ്ടാകും. പക്ഷെ എന്നാലും ഇച്ചിരി വെയിലുള്ളിടത്താകുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി വെക്കാമല്ലോ. അതിന് വേണ്ടിയാണ് ഞാനിതൊരു ബക്കറ്റിനകത്തിലോട്ട് ഇത് വെച്ചിരിക്കുന്നത്. ഇതൊരു പുഴുവാണ്. അപ്പോൾ നമ്മളിടയ്ക്ക് നമ്മൾ നോക്കണം പുഴുവൊക്കെ എന്താ വന്നേക്കുന്നത്. അതിനെയൊക്കെ എടുത്ത് കളഞ്ഞ് എത്തിച്ചെങ്കിൽ മാത്രമേ അത് കാണത്തുള്ളൂ. ഇതാണ് ഇലയുടെ കളറിലുള്ള പുഴുക്കളാണ് ഇതെല്ലാം. ഒട്ടും ഇല്ലായിരുന്നു ഇത്. ഇന്ന് തണ്ട് ഇത് ശിഖരങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുരടിച്ച് നിന്നതാണ്. ഞാനിതിങ്ങനെയൊക്കെ ചെയ്താണ് ഞാനിതിപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിരിക്കുന്നത്. വേറൊരു കരിയാപ്പും കൂടെ ഉണ്ടല്ലേ, അതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തതായിരിക്കും. എനിക്ക് കറിവേപ്പില്ലായിരുന്നു. ഞാനിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താണിപ്പം ഇങ്ങനെ. ഇത് നമ്മൾ കഞ്ഞിവെള്ളം 2-3 ദിവസം ഇത് കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിച്ചതാണ്. പുളിപ്പിച്ചതിനകത്തിലോട്ട് ഇരട്ടി വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ പോയി കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഈ കറിവേപ്പിൻ്റെ ഈ തണ്ടിലോട്ടൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണം. ഇപ്പം പുഴുവിനെ കണ്ടില്ലായിരുന്നു, പുഴുവൊക്കെ അങ്ങ് പോയി ഇലയ്ക്കൊക്കെ നല്ല ഫ്രഷായിട്ട് വരാനായിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളം അങ്ങോട്ട് തളിച്ച് കൊടുക്കുന്നത് ഏറ്റവും പ്രയോജനമായിട്ടുള്ളൊരു വളമാണിത്. ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൻ്റെ ഇലകളിലെല്ലാം തളിച്ച് കൊടുക്കുന്നു. ഇനി ഇത് നമ്മളതിൻ്റെ ചുവട് കണ്ടോ, ചുവട് നോക്കിക്കേ, ഇതൊന്ന് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുക. അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ലതായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കൊണ്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി. ഇനി ഞാൻ മുമ്പ് ഞാൻ ഇച്ചിരി മുട്ടത്തോടുമൊക്കെ ഇട്ട് കൊടുത്തതാണ്. അതൊക്കെ ഒന്ന് തറഞ്ഞ് നിൽക്കുക. ഒത്തിരി തൈകൾ കണ്ടോ വളർന്നു വന്ന് നിൽക്കുന്നതെല്ലാം ഈ വേരെ നിന്ന് പൊട്ടിപ്പിടിക്കുന്ന തൈകളാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. നല്ലതായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് നല്ലതായിട്ട് നനഞ്ഞ് നിൽക്കണം. നമ്മളിങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇത് വെച്ച് കൊടുക്കും കേട്ടോ. ഒരു ഭംഗിയൊക്കെ ഉണ്ട് വേണ്ടേ, നമ്മളത് കരിയാപ്പ് നിൽക്കുന്ന കാണാൻ. നമ്മളത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തൈയും കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാവേ. സൈഡിൽ നമ്മുടെ ചൈനീസ് ബോൾസൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. വേണ്ട ഇതാ. പിന്നെ നമ്മുടെ മുളക്, നമ്മുടെ മുളക് നിൽക്കുന്ന നോക്ക്. ഇതിനും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാവും. ഇത് വേറൊരു കറിവേപ്പ, അതും കണ്ടില്ലേ പൊട്ടിക്കളിക്കുന്നുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലേ. ഇത് ഈയിടെ ചെയ്ത് കൊടുത്താണ്, കട്ട് ചെയ്ത് കൊടുത്താണ്. ഇതാ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഇതാ കണ്ടോ, ഇതിൻ്റെ പോർഷനൊക്കെ കട്ട് ചെയ്ത് കൊടുത്താണ്. അതുകൊണ്ട് ഇതാ ഇപ്പോൾ ഒരുപാട് ഇലയുണ്ട്.
അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറിവേപ്പില കിട്ടുന്നുണ്ട് കടയിൽ നിന്ന് മേടിക്കാതെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വർക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും പറയുക. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.